പ്രിയമുള്ളവരെ, KPCC ജനറൽ സെക്രട്ടറിയും വർക്കല നിന്നുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും പ്രാസംഗികനുമായ BRM ഷഫീറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 6 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രമുഖരായ 2 പാർട്ടികൾ LDF ഇടുമെന്നാണ്. അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഒപ്പം മുഖ്യമന്ത്രി VD സതീശന്റെ അടുത്ത അനുയായിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ വെറുതെ ഒന്നിട്ടു പോകുന്നതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്തരം ചില നീക്കങ്ങൾ UDFൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും 2 അസംതൃപ്തരായ പാർട്ടികൾ LDFലുണ്ട്. അതിലൊരാൾ CPI ആണ്, മറ്റൊന്ന് നേരത്തെ തന്നെ UDFന്റെ ഭാഗമായിരുന്ന UDFന്റെ സ്വഭാവമുള്ള കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ 2 പ്രസ്ഥാനങ്ങൾ അസംതൃപ്തരായി LDFൽ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. CPI കുറിച്ച് പറയുകയാണെങ്കിൽ CPI മിക്കപ്പോഴും ഈ പാണ്ടിലോറിയുടെ മുന്നിൽ പെരുക്കി നിൽക്കുന്ന, ഈ മസിൽ പിടിച്ചു നിൽക്കുന്ന ഒരു തവളയെ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അവരുടെ ഒരു സ്ട്രെങ്തിനെ കുറച്ച് കാണിക്കാനല്ല ഞാൻ ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്, മറിച്ച് അവരുടെ ഒരു കോൺഫിഡൻറ്റ്, അവരുടെ ഒരു വിൽ പവർ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ പാണ്ടിലോറിയുടെ മുന്നിൽ മസിൽ പിരുക്കി നിൽക്കുന്ന തവള എന്നൊക്കെ പറയുന്നത്. കാരണം അത്രത്തോളം വളരെ കോൺഫിഡൻറ്റോട് കൂടി വരുന്ന ഈ പാണ്ടിലോറി കണക്ക് വരുന്ന CPMനെ മിക്കപ്പോഴും പിടിച്ചു നിർത്തി CPIയുടേതായ കാര്യങ്ങൾ അംഗീകരിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് CPI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPI ഇനി എത്രത്തോളം കാലം LDFൽ ഇതേ ഒരു വിൽ പവറോടുകൂടി നിലനിൽക്കുവാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പഴയ ഒരു പ്രാധാന്യം CPIക്ക് ആ മുന്നണിയിൽ കിട്ടുന്നില്ല, LDF മുന്നണിയിൽ കിട്ടുന്നില്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം CPI എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് എത്രത്തോളം അണികളുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാര്യം സംശയമാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിനോ കേരള കോൺഗ്രസ് ജോസഫിനോ ഉള്ള അത്ര അണികൾ CPIക്ക് ഇല്ല എന്ന് രാഷ്ട്രീയ കേരളവും രാഷ്ട്രീയ വിശാരദന്മാരും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ CPIക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു സ്ഥാനം അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം CPIയെക്കുറിച്ച് സാധാരണ ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. CPI എന്ന് വെച്ചാൽ ചേട്ടൻ്റെ പീഡനത്തിന് ഇരയാകുന്നവർ. അതായത് CPM എന്ന് പറയുന്ന ചേട്ടൻ നിരന്തരം തലയ്ക്ക് തട്ടി പീഡിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPI എന്ന് രാഷ്ട്രീയവുമായി അധികം ബന്ധമൊന്നുമില്ലാത്ത ആളുകൾ പറയും. പക്ഷേ CPIയെ സംബന്ധിച്ച് മിക്കപ്പോഴും CPMനെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് CPI എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നേരത്തെ ഒരു രാജ്യസഭാ ഇലക്ഷൻ്റെ സമയത്ത് പിണറായി വിജയൻ ചന്ദ്രൻ പിള്ളയെ LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. CPI പറയുന്നു ആ സീറ്റ് നമുക്ക് വേണമെന്ന്. ഒടുവിൽ CPI പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്തി ആ സീറ്റ് തങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചെടുക്കുന്നു. അതിനുശേഷം CPIയുടെ VV രാഘവൻ LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നു. അതായത് CPMന്റെ കയ്യിൽ നിന്ന് അവർ മത്സരിക്കുമെന്ന് പറഞ്ഞ സീറ്റ് പിടിച്ചു വാങ്ങിച്ച് മത്സരിക്കുവാൻ കഴിയുന്ന LDFലെ ഏക ഘടകകക്ഷിയാണ് CPI എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിക്കും എന്ന് CPM ഭീഷണി മുഴക്കിയപ്പോൾ അന്ന് അങ്ങനെ സീറ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ തങ്ങൾ LDF വിട്ടുപോകുന്നു കട്ടായം പറഞ്ഞു നിന്ന വെളിയം ഭാർഗവൻ എന്ന് പറയുന്ന CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട് CPI CPMനെ വരച്ച വരയിൽ നിർത്തിയ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ച് നിർത്തിയ സംഭവങ്ങൾ. പക്ഷേ ഈ അടുത്ത സമയത്തായി CPM അങ്ങനെ ഒരു പരിഗണന CPIക്ക് കൊടുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മിക്കപ്പോഴും ഈ നിയമസഭാ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരുമ്പോൾ CPMന്റെ ഒരു നിലപാട് ഇപ്രാവശ്യം ഉപാധ്യക്ഷ സ്ഥാനം, അതായത് നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് CPM തന്നെ സ്വന്തമാക്കും എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും CPI പറയുന്നത് അങ്ങനെ ആ സ്ഥാനം തങ്ങൾക്ക് വേണ്ടി അനുവദിച്ചില്ല എങ്കിൽ തങ്ങൾ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കും, തങ്ങളുടെ 8 MLAമാർ CPMനോടൊപ്പം നിയമസഭയിൽ സഹകരിക്കില്ല, പ്രതിപക്ഷത്തിന് വിഘാതമുണ്ടാകും, സംസ്ഥാന നിയമസഭയിൽ അവിശ്വാസ പ്രമേയങ്ങളൊക്കെ വരുമ്പോൾ തങ്ങൾ UDFനോടൊപ്പം ചിലപ്പോൾ നിന്നേക്കും എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ CPI നേതാക്കന്മാരുടെ ഇടയിൽ നിന്നുണ്ടാകുമ്പോൾ CPI ബന്ധം എത്രത്തോളം ഇനി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ വരുന്നത്. ഒരുപക്ഷെ CPI ഈ മുന്നണി ഉപേക്ഷിച്ചു പോകുവാനുള്ള സാധ്യതകൾ അത് വിരളമല്ല എന്ന രീതിയിൽ രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. CPIക്ക് അടുത്ത തീരുമാനങ്ങൾ തന്നെ എടുത്തേക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് CPI നേതാക്കന്മാരുടെ ഇടയിൽ നിന്നൊക്കെ വരുന്ന ചില പ്രസ്താവനകൾ. പ്രത്യേകിച്ചും സത്യൻ മുഖേരിയുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ കടുത്ത പ്രസ്താവനകൾ വരുന്നുണ്ട്. പിണറായി ധാർഷ്ട്യമുള്ള ആളാണ്, പിണറായി ഏകാധിപതിയാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. സത്യൻ മുഖേരി CPMന്റെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ നാദാപുരത്ത് വിജയിക്കില്ലായിരുന്നു എന്ന രീതിയിൽ CPMന്റെ പ്രസ്താവനകൾ വരുന്നുണ്ട്. അതായത് CPMും CPIയും
നേരത്തെ ഇല്ലാത്ത വിധം വലിയ ഒരു വിഭാഗീയതയിലേക്ക് ചെന്നെത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. CPIയെ സംബന്ധിച്ച് UDFിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ആത്മാഭിമാനം അവരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ നിലനിർത്തുവാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. 1977 ഇലക്ഷനൊക്കെ കോൺഗ്രസിനേക്കാൾ സീറ്റ് കുറവായിരുന്നു CPIക്ക്. എന്നിട്ടും CPIക്കാണ് UDF മുഖ്യമന്ത്രി സ്ഥാനം അനുവദിച്ച് നൽകിയത്. അതായത് UDFിൽ നിന്നപ്പോഴാണ് അവർക്ക് കൂടുതൽ രാഷ്ട്രീയ മാന്യത ലഭിച്ചത് എന്ന ഒരു ധാരണ CPIക്കാരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ LDF വിട്ടുപോകുവാൻ CPI അണികളും സന്നദ്ധരാണ് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസ് എം ആണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് മറ്റൊരു രാഷ്ട്രീയ അഭയമില്ല ഇനി UDF അല്ലാതെ എന്ന രീതിയിലാണ്. ഇലക്ഷന് മുമ്പേ UDF നേതാക്കന്മാരൊക്കെ വിളിച്ചതാണ്. പക്ഷേ അന്ന് ഇടങ്കോലിട്ട് നിന്നത് റോഷി അഗസ്റ്റിനാണ്. പക്ഷേ ഇപ്പോൾ MP മാരില്ല, MLA മാരില്ല, ആകെ 3-4 പഞ്ചായത്ത് മെമ്പർമാർ മാത്രമാണ് കേരള കോൺഗ്രസിന് എമ്മിനുള്ളത്. ഇനിയും LDFിൽ ഉറച്ചു നിന്നാൽ അടുത്ത ഇലക്ഷനിൽ അതുപോലും ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ് കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് UDF വോട്ട് ബാങ്കായിരുന്നു. ആദ്യത്തെ ഇലക്ഷനിൽ 2021 അവർ UDF വിട്ടതിന് ശേഷം അവരുടെ അണികൾ ഒരുപക്ഷെ അന്ന് UDF അപമാനിച്ചു വിട്ടു കേരള കോൺഗ്രസ് എമ്മിനെ എന്ന ധാരണയിൽ അവർ കേരള കോൺഗ്രസ് എമ്മിനും LDFിനും വോട്ടിട്ടു. പിന്നെ വരുന്ന ഇലക്ഷനിൽ അവർ അവരുടെ UDF മനോഭാവം പുറത്തെടുത്തു. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അനുയായികൾ, അനുഭാവികൾ UDFിന് അനുകൂലമായി വോട്ടിട്ടു. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോട്ടകളിൽ പോലും അവർക്ക് അടിപതറി തകർന്നു വീണു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കേരള കോൺഗ്രസ് എം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. തങ്ങൾ ഇനി UDFിനോടൊപ്പം നിന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് മണ്ണിൽ ലയിച്ചു പോകും എന്നവരൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ UDFിലേക്ക് തിരിച്ചു പോകുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെയും ഒരിക്കൽ KM മാണി 1984 തോന്നുന്നു കേരള കോൺഗ്രസ് എം KM മാണിയുടെ നേതൃത്വത്തിൽ UDF വിട്ടുപോയതാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് UDFിൻ്റെ വോട്ട് ബാങ്കാണ്. UDF വിട്ടുപോയാൽ തനിക്ക് തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നെ നിലനിൽപ്പില്ല എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അദ്ദേഹം UDFിലേക്ക് തിരിച്ചു പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകന് ജോസ് കെ മാണിക്ക് ഒരു റിയാലിറ്റി, ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് അഗ്രഗണ്യനല്ലാത്തതുകൊണ്ട്, KM മാണിയെ പോലെ അഗ്രഗണ്യനല്ലാത്തതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത് എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണ്. എന്തായാലും CPIയും കേരള കോൺഗ്രസ് എമ്മും ഒരുപക്ഷെ LDF വിട്ട് UDFിൽ എത്തിയേക്കാമെന്നുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ചും RSPയെ പോലെ കുറച്ചുകൂടി കമ്മ്യൂണിസ്റ്റ് സ്വഭാവം വെച്ച് പുലർത്തുന്ന പാർട്ടികളൊക്കെയും ഇപ്പോൾ UDFിലുണ്ട്. മാത്രമല്ല CPI കേരളം വിട്ട് മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഭാഗമാണ്. തെലങ്കാനയിലൊക്കെ അവർ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് MLA മാരുണ്ടാക്കിയ പാർട്ടിയാണ് CPI. CPIയെ സംബന്ധിച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കുക എന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ര വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. കേരളത്തിനപ്പുറത്ത് മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയിൽ CPI ഭാഗമല്ലെങ്കിൽ പോലും ആ സംസ്ഥാനങ്ങൾക്ക് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് CPM ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് CPI മത്സരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഒരുപക്ഷേ കേരള കോൺഗ്രസ് എമ്മും CPIയും വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ UDFിൽ എത്താനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും BRM ഷഫീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് കൂടി അതിന് കുറച്ചുകൂടി ആധികാരിക വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവർ ജയ് ഹിന്ദ്.